നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ആരിഫ് ഹുസൈനെ നമുക്കെല്ലാം അറിയാം. അതെ, എക്സ് മുസ്ലിമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഓ, അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ചില ഫോൺ കോളുകൾ, അദ്ദേഹം മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും കോയ കോളിംഗ് എന്ന് പറയുന്ന പരിപാടി, അതൊക്കെ സമൂഹത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ് എന്ന് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ ഒരുപാട് പെൺകുട്ടികൾ മതം മാറിപ്പോയവരുമൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ ശരിക്കും നന്നായി മതത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ കൂടിയായിരുന്നു, മുസ്ലിം മതത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തവും വിശകലനവും ചെയ്ത് പറയുമ്പോൾ അതാർക്കും എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആശയപരമായി മുസ്ലിമിന് എപ്പോഴും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എടുക്കുന്ന നിലപാട് ഒരു ആശയപരമായ ഒരു ഏതെങ്കിലും തരത്തിലുള്ള കൗണ്ടർ എന്നതിനപ്പുറത്തേക്ക് അത് ശാരീരികമായ രീതിയിലേക്ക് മാറുകയാണ്. നമ്മൾ കണ്ടതാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അതൊന്നും വിചാരിച്ചിട്ട് നടത്തിയതല്ല. അദ്ദേഹം അറിയാതെ, നിരപരാധിയായ ഒരാൾ അറിയാതെ എഴുതിപ്പോയ ഒരു മുഹമ്മദ് എന്ന വാക്കിന് അനുഭവിക്കേണ്ടി വന്ന അയാളുടെ ജീവിതം മുഴുവൻ നശിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ച പൊട്ടിക്കരഞ്ഞു, വായിച്ച് കരഞ്ഞുകൊണ്ടല്ലാതെ ആത്മകഥ വായിച്ചു കഴിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാം കൈ നഷ്ടപ്പെട്ടു, ജീവിതത്തിലെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരിഫ് ഹുസൈനെയും ആ പാതയിലേക്ക് കൊണ്ടുപോകാൻ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം മീഡിയ വണ്ണിന്റെ ചർച്ചകൾ അത്തരത്തിൽ, അതായത് മുസ്ലിം മതവിഭാഗങ്ങളെ അവരുടെ ആവേശത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകളെ ഉണർത്തി വിട്ടുകൊണ്ട് ഈ ആരിഫ് ഹുസൈൻ വലിയ പ്രശ്നക്കാരനാണ്, ആരിഫ് ഹുസൈൻ ഉണ്ടായാൽ നമ്മുടെ മതം തകർന്നു പോകുമെന്ന രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ? ഇതിനകത്ത് ശ്രീല പറഞ്ഞതുപോലെ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് ആ പേപ്പട്ടിയെ അയ്യോ ഇത് പേപ്പട്ടിയാണേ എന്ന് പറയുമ്പോൾ ജനക്കൂട്ടം ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലും. കാരണം എല്ലാവർക്കും അവരവരുടെ ജീവൻ പേടിയുണ്ട്. അതുപോലെയാണ് ഇവിടെയും അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത്, അതായത് ആരിഫ് ഹുസൈൻ്റെ ഇത്തരം വിമർശനങ്ങളും ആരിഫ് ഹുസൈൻ്റെ എതിർപ്പും ആരിഫ് ഹുസൈൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും എല്ലാം ഇസ്ലാമിനെ അപകടപ്പെടുത്തുന്നു. നോക്കൂ, സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ലോകത്ത് എന്തിനേയും വിമർശിക്കാം, ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ പാടില്ല. ലോകത്ത് ആരെയും ചോദ്യം ചെയ്യാം, ഇസ്ലാമിനെ മാത്രം ചോദ്യം ചെയ്യാൻ പാടില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെ മാത്രം ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു നരേറ്റീവാണ്. ഇത് ഈ മുസ്ലിങ്ങൾ ഞങ്ങൾ ആണ് സത്യവിശ്വാസികൾ, ഞങ്ങൾ മാത്രമാണ് സത്യവിശ്വാസികൾ, ബാക്കിയുള്ളവരെല്ലാം അസത്യവാദികളാണ് എന്ന് അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, മുസ്ലിം മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇസ്ലാം മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇരവാദവും ഒരു മറുവാദവും ഉന്നയിച്ചുകൊണ്ട് ആരിഫ് ഹുസൈനെ വേട്ടയാടാൻ തന്നെയാണ് ഈ നീക്കം. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ മീഡിയ വൺ ചാനലിൽ വന്നിരിക്കുന്ന ഇത്തരം വീഡിയോകൾ. ആ വീഡിയോകൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ മീഡിയ വൺ ചാനലിൽ ഡോക്ടർ MS ശ്യാംകുമാറിനെ പോലെയുള്ളവരെ സണ്ണി കവിക്കാടിനെ അപമാനിക്കുന്ന ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഈ പിന്നെ ശ്യാംകുമാറിന്റെയും സണ്ണി കവിക്കാടിനെയും അതുപോലെ വേറെ പലരും ഉണ്ട് കേട്ടോ. രാഷ്ട്രീയമായി ആക്ഷേപിക്കുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ആക്ഷേപമല്ല, നരേന്ദ്രമോദിയെ വ്യക്തമായി ആക്ഷേപിക്കുന്ന, വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വിളിച്ച് കേസെടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇത്തരത്തിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല, അത് അവർക്ക് അനുവദനീയമാണ്. മറ്റത് പാടില്ല. അതായത് ഞങ്ങൾ നിങ്ങളെ വിമർശിക്കും, നിങ്ങൾ തിരിച്ച് ഞങ്ങളെ വിമർശിക്കരുത്. ഇസ്ലാം പിന്നെ വിമർശിക്കപ്പെടാൻ പാടില്ലാത്തൊരു മതമാണ്. അതാണ് ഈ പറഞ്ഞ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സത്യവിശ്വാസികളുടെ മതമാണ്, ബാക്കി ഉള്ളതെല്ലാം അസത്യവിശ്വാസികളുടെ മതമാണ്. അപ്പൊ ഇതൊരു നരേറ്റീവായിട്ട് ഇങ്ങനെ അങ്ങ് പടർത്തുകയാണ്. ഞങ്ങള് വലിയ ഉയർന്ന ആൾക്കാരാണ്, നിങ്ങളൊക്കെ നീചന്മാരാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ശ്യാംകുമാർ, സണ്ണി കവിക്കാട് ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെ അസത്യങ്ങളാണ് വന്നിരുന്നത് പറയുന്നത്. മനുസ്മൃതി കാണാത്തയാളാണ് മനുസ്മൃതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. അപശൂദ്രാധികരണം പോലെയുള്ള കാര്യങ്ങൾ, മനുസ്മൃതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത, മനുസ്മൃതി ഇപ്പൊ ടെക്സ്റ്റ് ലഭ്യമാണ് ഇന്ത്യയിലെല്ലാ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ ഭാഷകളിലും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. തമിഴിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ മലയാളത്തിലുണ്ട്. മലയാളത്തിൽ വിശദമായ പഠനത്തോടു കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം.
അപ്പോൾ ഇവരെല്ലാം വന്നിരുന്ന് പറയുന്നു. ശ്രീല ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവർക്ക് ചുട്ട മറുപടി ശ്രീജിത്ത് പണിക്കർ ഒരിക്കൽ കൊടുത്തു. ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്ന അവസാനം ഇവന്മാര് വാലിത്തീ കൊളുത്തി ഓടി. ഈ സണ്ണി കവിക്കാടും ഈ ശ്യാംകുമാറും ഒക്കെ ഈ ചർച്ച കണ്ടോണ്ടിരുന്ന ആർക്കും മനസ്സിലാവും ഇവർക്ക് യാതൊരു മറുപടിയും വിവരവും ബോധവും ഇല്ല, മറുപടി പറയാനില്ല. ശ്രീജിത്തിന്റെ മുന്നിൽ അവര് ആയുധം നഷ്ടപ്പെട്ട് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് ലോകം മുഴുവനും കണ്ടതാണ്, മലയാളികൾ മുഴുവനും കണ്ടതാണ്. മലയാളികൾക്ക് മലയാളം അറിയാവുന്ന ആർക്കും ആ ചർച്ച കണ്ടാലും കേട്ടാലും മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ മറുപടി കൊടുക്കാൻ ശ്രീജിത്ത് പണിക്കർക്ക് സാധിച്ചു. ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആരിഫ് ഹുസൈന് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ അണിനിരത്തൂ, അങ്ങനെ മറുപടി കൊടുക്കൂ. ആശയപരമായല്ല മിക്കവാറും സംഭവിക്കുന്നത്. ഇപ്പോ മുസ്ലിമിനെ അല്ലെ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആശയപരമായല്ല അവർ തിരിച്ചടിക്കുന്നത്, ജോസഫ് മാഷിന്റെ അതേ തലത്തിലേക്ക് ആരെങ്കിലും ഒക്കെ ഇളക്കി വിട്ട് ആരിഫ് ഹുസൈനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് തന്നെയാണ് നടക്കുന്നത്. മറ്റൊരു ജോസഫിനെയാണ് ആരിഫ് ഹുസൈൻ അവർ കാണുന്നത്. അതായത് ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്, ഇയാൾ കൊല്ലപ്പെടേണ്ട ആളാണ്, വധിക്കപ്പെടേണ്ട ആളാണ്, ഇയാൾ ഇസ്ലാം വിരുദ്ധനാണ്. ഇതാണ് ഈ ഒരു നരേറ്റീവാണ്, അതിന്റെ തുടക്കമാണ് അവര്. അതായത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഈ ആരിഫ് ഹുസൈനെ കുറിച്ച് ഒരു ആരിഫ് ഹുസൈന്റെ ഒരു മോശപ്പെട്ട പ്രതിച്ഛായ സൃഷ്ടിച്ച് അയാളെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു നയമുണ്ടല്ലോ, ആ നയം നടപ്പാക്കാനാണ് മീഡിയ വൺ ശ്രമിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഹിന്ദു മതവിഭാഗങ്ങൾ എന്നും പരിവർത്തനത്തിന് വിധേയമാവുകയും എന്തെങ്കിലും അനാചാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ അനാചാരങ്ങളെയൊക്കെ മറികടക്കാൻ ഹിന്ദുവിൽ നിന്ന് തന്നെയുള്ളവരാണ് മതത്തെ ശുദ്ധീകരിക്കാനായി മുന്നോട്ട് വന്നിട്ടുള്ളത്, അതുള്ള പ്രശ്നങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിം മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അസഹിഷ്ണുതയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എബ്രാഹിം മതങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവര് ഈ ഇങ്ങനത്തെ മതങ്ങളായതുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന മതമായതുകൊണ്ടുള്ള അതാണ് ക്രിസ്ത്യൻ മുസ്ലിം രണ്ട് വിഭാഗങ്ങളെയും അത് തന്നെയാണ്, അതാണ് ഇവരുടെ അസ്വസ്ഥതയും. അല്ല, അതാ ഈ അവരുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഈ അവിടെ നിന്നുള്ള അരുളിപ്പാട് എന്താണോ അതനുസരിച്ച് അതിനൊരു പ്രവാചകനുണ്ട്. അപ്പൊ ദൈവത്തിനും വിശ്വാസികൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനുണ്ട്. അത് പ്രവാചകനാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ്, അതെന്തും ആകട്ടെ. അത് അവരുടെ വിശ്വാസം. നമ്മൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ നമുക്ക് യാതൊന്നും പറയാനില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ വിമർശിക്കാൻ പാടില്ല, അതിനെ എതിർക്കാൻ പാടില്ല. അതിനെ ഈ ആരിഫ് ഹുസൈൻ ഏതെങ്കിലും യുക്തിരഹിതമായ കാര്യം പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ആരിഫ് ഹുസൈൻ അത് മാത്രമല്ല, അതായത് എനിക്ക് തോന്നി ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന പരിപാടി ഇടയ്ക്ക് മലപ്പുറത്ത് നടത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ ആരിഫ് ഹുസൈൻ ഈ മതവുമായി ബന്ധപ്പെട്ട മതത്തിലെ ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളെയും അങ്ങനെ മതം മാറി വിവാഹം കാരണം മതം മാറേണ്ടി വന്നവരുടെയും അവരനുഭവിച്ച അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ദയനീയമായ അവസ്ഥ അത് പലപ്പോഴും ചിലരെ ഇങ്ങനെ പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഒക്കെയുള്ള കാര്യം. കാരണം ഒന്നാമത് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. പകരം അവർ നാർക്കോട്ടിക് ജിഹാദിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദ് മാറി നാർക്കോട്ടിക് ജിഹാദായി മാറിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലവ് ജിഹാദ് കൂടുതലായിട്ട് നടത്താൻ പറ്റുന്നില്ല. പറഞ്ഞതിനാണ് നമ്മുടെ ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദി വിമർശിച്ചാൽ പോലും കേസില്ല. നരേന്ദ്രമോദിയെ ചാണകത്തലേന്ന് വിളിക്കാം, എന്തും ചെയ്യാം, കല്ലെറിയാം, പിന്നെ വേണമെങ്കിൽ ആക്രമിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് കേസൊന്നുമില്ല. അതേസമയം ഈ പറഞ്ഞതുപോലെ ഒരു പാലാ ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചത് അന്ന് ബിഷപ്പിനെതിരെ എന്തൊരു വലിയ കോലാഹലങ്ങളാണ് നടന്നത് അല്ലെ. എനിക്കിപ്പോ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയാൻ ചൂണ്ടിക്കാട്ടാൻ 100 കാരണങ്ങൾ എന്റെ ചുറ്റുവട്ടത്ത് തെളിവുകൾ. ഞാൻ എന്റെ സമീപ ജില്ലയായ കോട്ടയത്ത് നിന്നാണ് അഖില എന്ന പെൺകുട്ടി ഹാദിയായി മാറി ഷെഫിൻ ജാനെ കല്യാണം കഴിച്ചത്. എങ്ങനെയാ വിവാഹം നടന്നു? അതിന് സാധൂകരണം ഉണ്ടാകട്ടെ. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നിടത്തുനിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് ആറ്റുകാലിൽ നിന്നൊരു പെൺകുട്ടി IS-ലെത്തിയത്. അതെങ്ങനെ? ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ഒരു ഇതിന്റെ ലോജിക്ക് എനിക്ക് പറഞ്ഞു തരണം. ഉത്തരം പറഞ്ഞു തന്നാൽ ഞാനും പറയാം നിങ്ങളോടൊപ്പം ലവ് ജിഹാദ് ഇല്ല എന്ന്. പണ്ട് പറഞ്ഞല്ലേ, അബ്ദുള്ള പറഞ്ഞല്ലേ, പിന്നെ പ്രവാചകൻ ജീവിച്ചതുപോലെ ഈ
അത്യധികമായ ഒരു ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ പ്രവാചക ചര്യ അതുപോലെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആട് മേച്ച് ജീവിക്കാൻ വേണ്ടി സിറിയയിലേക്ക് പോയതാണ്, അല്ലാതെ വേറെ ഒന്നിനും പോയവരല്ല. അപ്പൊ അതിന് വ്യക്തമായ ഉത്തരം എങ്ങനെയാണ് പൊയിനാച്ചി ഡെന്റൽ കോളേജിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി എങ്ങനെയാണ് IS എത്തിച്ചേർന്നത്? ചില പാലക്കാട് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 2 അധ്യാപകരായ പെൺകുട്ടികൾ എങ്ങനെയാണ് IS എത്തിച്ചേർന്നത്? ഇതിനൊക്കെ മറുപടി പറഞ്ഞു തന്നാൽ 3 എഹിയ ഇസിയ പോലുള്ള ആൾക്കാർ എവിടെ പോയി? നമുക്കും കാര്യം മനസ്സിലാവും. എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന തേജസിൽ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ IS പോയി പൊട്ടിത്തെറിച്ചു? ഇതിനൊക്കെ മറുപടി പറഞ്ഞു തരണം. റീസണബിൾ ആയി നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞു. ഇത് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ശ്രീലേ. ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞില്ലേ, ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയൊക്കെ വിമർശിക്കുന്നു. ഇപ്പൊ ഈ ക്രിസ്തു മതത്തിൽ പണ്ട് ഒന്നും സ്വാതന്ത്ര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്തായാലും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ വിമർശിക്കുന്ന ആൾക്കാരെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിമർശിച്ച എത്ര പേരെ ഇവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്? ഈ ഹിന്ദു കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇവരോട് തന്നെ എത്ര പേടിക്കേണ്ട കാര്യമില്ല, അല്ല എത്ര അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ട്. അല്ല, ഹിന്ദു മതം എന്ന് പറയുന്നത് മതം എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു ഒരു സംസ്കാരമായതുകൊണ്ട്, ഒരു ജീവിത ശൈലി ആയതുകൊണ്ട് അത് നശിച്ചു പോകുമെന്ന പേടി ഇവിടെ ഹിന്ദുക്കൾക്കാരുമില്ല. ആരിവിടെ ഈ മതത്തിനെതിരെ പറഞ്ഞാലോ ഈ സംസ്കാരത്തിനെതിരെ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യം ഇവിടുത്തെ ഹിന്ദുവിനുള്ളത് കൊണ്ടാണ് ഹിന്ദു അനങ്ങാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ വെപ്രാളം വരുന്നത് എന്നുള്ളതാണ്. അതായത് പ്രചരിപ്പിക്കപ്പെടുന്ന മതങ്ങൾക്ക്, സെമിറ്റിക് മതങ്ങൾക്ക് ഭയം എന്ന് പറയുന്നത് അറിയാമല്ലോ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സെമിറ്റിക് മതങ്ങൾക്ക് അവരുടെ ബേസ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് അതിനകത്തുള്ള ഈ അടിച്ചമർത്തലുകളുടെയും ഈ പറയുന്ന നിഷ്ഠൂരമായ മതനിയമങ്ങളുടെ ഒക്കെ പിന്നിലെ ചേതോവികാരം അത് തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ആരിഫ് ഹുസൈൻ അയാളുടെ പേര് മുസ്ലിം പേര് ഉപയോഗിക്കുന്നു. ഈ പേര് എങ്ങനെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളൊരു അസംഷനിൽ എത്തുന്നതാണ്. ഇപ്പൊ രഞ്ജിത്ത് വർഗീസ് എന്ന പേരുള്ള രഞ്ജിത്ത് ഹിന്ദു നെയ്മാണോ? അങ്ങനെ സന്തോഷ് ഹിന്ദു നെയ്മാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ സന്തോഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിന്ദു പേരാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു പേരാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ പേരൊന്നും ആരുടെയും ബൗദ്ധിക സ്വത്തവകാശത്തിൽ പെടുന്നതല്ല. കേട്ടോളൂ, അനൂപ് എന്ന പേര് കേട്ടാ നമ്മളെ അനൂപ് മുസ്ലിം ഉണ്ട്, അനൂപ് മുഹമ്മദ് ഉണ്ട്. എന്താ ഈ പേരിൽ എന്താ കുഴപ്പം? അതാണ് എനിക്ക് ആരിഫ് ഹുസൈന്റെ ഐഡന്റിറ്റി, ഒരാളുടെ ഐഡന്റിറ്റി ആണല്ലോ അയാളുടെ പേര്. അയാൾ ജനിക്കുമ്പോ ഉണ്ടാവുന്ന അയാൾക്ക് ഇടുന്ന പേരാണ്. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു ഭാഷ വേണമല്ലോ പേരിടാൻ. ഇത് അറബി ഭാഷയിലെ ഒരു പേരാണ്. ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അറബി ഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ അറബി ഭാഷയിൽ നിന്ന് വരുന്ന ഒരു പേരിന് അതിന്റെ കുത്തക ഇസ്ലാം പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഇസ്ലാം ഉണ്ടാകുന്നതിനും മുഹമ്മദ് നബി ജനിക്കുന്നതിനും ഒക്കെ എത്രയോ മുമ്പേ ഉള്ള ഒരു ഭാഷയാണ് അറബി ഭാഷയുടെ സ്വത്താണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അതെ ആരിഫ് ഹുസൈൻ അങ്ങനെയാണെങ്കിൽ അറബി ഭാഷയുടെ പേരാണ്. അറബി അത് ഇസ്ലാമിന്റേതല്ലതാണ്. ഇസ്ലാമിന് അവകാശപ്പെടാൻ കഴിയില്ല. അതെ. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് പേരുപയോഗിക്കുന്നു. നമ്മൾ ഇന്നിപ്പോ പറയുന്ന ഈ പല വാക്കുകളും ഇന്നും പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും അതിന്റെ ഒരു പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് ചെന്ന് നിൽക്കുമ്പോൾ വളരെ വിചിത്രമായ കണ്ടെത്തലുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷയൊക്കെ താരതമ്യം ചെയ്ത് ആദ്യം പഠിക്കൂ, എന്നിട്ട് വേണം ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇറങ്ങാൻ. അത് മാത്രമല്ല ഈയിടെ എലിവിഷൻ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് എക്സ് മുസ്ലിംസ് എല്ലാം ഇങ്ങനെ അപ്പൊ എലിവിഷൻ കൊടുക്കുന്നവരാണ് എന്ന തരത്തിലുള്ള പ്രചരണം കൂടി അതൊരു നരേറ്റീവായിട്ട് ഉണ്ടാക്കുകയാണ്. അതായത് ഈ മുസ്ലിങ്ങളല്ല വാസ്തവത്തിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, എക്സ് മുസ്ലിംസ് ആണ്. അവരിത് മുഹറം ആഘോഷത്തിനിടയ്ക്ക് ഇതുപോലെ എലിവിഷം കൊടുത്ത് കൊല്ലാൻ, എലിവിഷം കലർന്ന ടാബ്ലറ്റ് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേപ്പട്ടി ആരോപിക്കപ്പെടുകയാണ്. അതായത് ആടിന്റെ പുറത്ത് ആടല്ല ഇത് പേപ്പട്ടിയാണ് എന്ന ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുകയാണ്. എന്തിനാണ്? തല്ലിക്കൊല്ലാനാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇത് വധഭീഷണിയാണ്. പോലീസ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് അധികൃതരുടെ മുന്നിൽ ഒരു അപേക്ഷ വച്ചിരിക്കുകയാണ്. പോലീസ് സ്വമേധയാ കേസെടുക്കണം,
ആരിഫിന്റെ സംരക്ഷണം കൂട്ടണം. ആരിഫിന് തീർച്ചയായിട്ടും സംരക്ഷണം കൊടുക്കണം. വളരെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഈ കാര്യമാണ്. ആരിഫ് ആരെയൊക്കെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവർക്കെതിരെ FIR ഇട്ട് കേസെടുത്തത് അന്വേഷിക്കണം. എവിടെയോ അതായത് ഈ ആരിഫിന് വീഡിയോകളിലൊക്കെ ആരിഫ് ഹുസൈനെ കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആൾ, വർഗീയത ഉണ്ടാക്കുന്നവർ, അക്രമത്തിന് അന്തരീക്ഷം ഉണ്ടാക്കുന്നവർ, മുസ്ലിം വിരോധികൾ, ഇങ്ങനെയാണ് ഈ വീഡിയോയിലെല്ലാം ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മതത്തിന്റെ നവീകരണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലല്ല, യഥാർത്ഥത്തിൽ മതത്തെ നശിപ്പിക്കാൻ നവോത്ഥാന നായകൻ എന്ന രീതിയിലല്ല. സത്യത്തിൽ എത്ര നവോത്ഥാന നായകന്മാർ ഹിന്ദുക്കളിൽ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദു സമൂഹത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി അടക്കമുള്ളവർ ഹിന്ദു നവോത്ഥാന നായകന്മാരാണ് ഈ മതത്തെ ഇപ്പോൾ നിലനിർത്തുകയും. ആദ്യം മനസ്സിലാവേണ്ടതാണ്, ഒരു മതം തകരാതെ, ഒരു സംസ്കാരം തകരാതെ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകുമ്പോഴാണ്. അതിനൊരു കാര്യമുണ്ട്, മതത്തിൽ നിന്നത് സംസ്കാരമായിട്ട് വളരണം. ഇത് മതത്തിൽ നിന്ന് വളരുന്നില്ല, ഇത് മതമായിട്ട് തന്നെ തുടരുകയാണ്. പിന്നെ എങ്ങനെ അത് രക്ഷപ്പെടും? അതിനകത്ത് എങ്ങനെ നവോത്ഥാന നായകർ വരും? എങ്ങനെ നവീകരണ പ്രക്രിയ നടക്കും? എങ്ങനെ ശുദ്ധീകരണം നടക്കും? അപ്പോ ശുദ്ധീകരിക്കാൻ വരുന്നവരെ ചേകന്നൂർ മൗലവിയുടെ അവസ്ഥ നമുക്ക് അറിയാലോ. വെറുത്തിട്ടല്ല അദ്ദേഹം ഇസ്ലാം മതം വിട്ടത്. ഇസ്ലാം മതത്തിലെ ചില മാറ്റങ്ങൾ വരുത്താൻ, മൗലികമായ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയി വേറെ ഒരു മതത്തിലും ചേർന്നിട്ടില്ല. അദ്ദേഹം ഈ ഇസ്ലാം വെടിഞ്ഞു, പക്ഷെ ഇസ്ലാം വെടിഞ്ഞിട്ട് നേരെ പോയി ഹിന്ദു ക്രിസ്തു മതത്തിൽ ചേരുകയോ വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ ചേരുകയോ ഒന്നും ചെയ്തില്ല. പകരം അദ്ദേഹം ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് നിന്ന് ഇതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കൂടിയുണ്ട്. ഒരു 2 കാര്യം കൂടി പറയാം. ജിഹാദ്, മതാധിപത്യം, മതത്യാഗത്തോടുള്ള അസഹിഷ്ണുത, സ്ത്രീവിരുദ്ധത, ശരീഅത്ത് രാഷ്ട്രീയത്തിന്റെ അപകടം, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയവേരുകൾ, ഇവയെല്ലാമാണ് താൻ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായും പറയുന്നുണ്ട്. അല്ലാതെ വിശ്വാസത്തെ അല്ല, വളരെ കൃത്യമാണ്. അതായത് ഇവിടെ ആർക്കും എന്തിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. അത് നിങ്ങൾ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഇതൊന്നും അല്ലാത്തതാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് യുക്തിസഹമായി ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ സഹിഷ്ണുതയോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. അതെ, ഇതാണ് ഫാസിസം. എന്നിട്ട് പറയുന്ന ഞങ്ങൾ ഫാസിസ്റ്റുകളല്ല, ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നു. ആര് കുതിര കയറാൻ വന്നു? നോക്കൂ, ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എത്രയായിരുന്നു? ഇന്നത്തെ മുസ്ലിം ജനസംഖ്യ എത്രയാണ്? ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യം ഭാരതമാണ്. അതിന് കാരണം ഈ നാട്ടിലെ ഭൂരിപക്ഷമാണ്. നോക്കൂ, നമ്മൾ ഇന്നിപ്പോ മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ, നമാസ് നടത്താനുള്ള സാഹചര്യം ആ രാജ്യത്തുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എത്ര പൊതിഞ്ഞു പിടിച്ചാലും എത്ര പുട്ടിയടിച്ചാലും ശരി, ആ സത്യത്തെ നിഷേധിക്കാൻ ഏത് രാഷ്ട്രങ്ങളിലാണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏത് രാഷ്ട്രങ്ങളിലാണ് പ്രശ്നമില്ലാത്തത്? വാസ്തവത്തിൽ ഭാരതത്തിലെ ഏറ്റവും സേഫായ അന്തരീക്ഷമാണ് മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി ഉണ്ടാക്കി, 15 കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നറേറ്റീവ് RSS കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, BJP കാരണം ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മറ്റു മതരാഷ്ട്രങ്ങളിലൊക്കെ ആലോചിച്ച് നോക്കൂ, മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ RSSഉം BJPയും ഒക്കെ ഉള്ളത് കൊണ്ടാണോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഷിയ വിഭാഗങ്ങൾ സുന്നി വിഭാഗങ്ങളെ ആക്രമിക്കുന്നു, ആക്രമിക്കുന്നു, നിരന്തരം ആക്രമിക്കപ്പെടുന്നവരുടെ സ്വന്തം ആൾക്കാരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നവരാണ്. ഈ പറയുന്ന ഭീകര സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ തമ്മിലടിക്കുന്നത് എന്തിന്റെ പേരിലാണ്? മതത്തിന്റെ പേരിലാണ്. ഈ മതത്തിന്റെ പേരിലാണ്. അവിടെ RSSഉം BJP ഉള്ളത്. അതല്ല, അവിടെ ഈ RSSനും BJP ഒരു കാര്യമില്ല. അവിടെ പേരിന് പോലും മരുന്നിന് പോലും RSSഉം ഇല്ല, BJP ഇല്ല, ഹിന്ദു ഇല്ല, പിന്നെ അല്ലേ RSSഉം BJP ഒക്കെ വരാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം നടക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടത് ഇതിനകത്ത് ചിന്താശേഷിയുള്ള നിങ്ങളുടെ കടമയാണ്. അഹമ്മദ് മാഷൊക്കെ അതിൽ കുറച്ച് വ്യത്യാസമാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ സത്യത്തിൽ പൂവിട്ട് പൂജിക്കണം. അഹമ്മദ് മാഷ്, ജബ്ബാർ മാഷ്, ജാമിദ ടീച്ചർ, ഇവരൊക്കെ ഇതിനകത്ത് ഈ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ് വിട്ടുപോയിട്ട് പിന്നെ വേറെ കുറെ ഇതൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ആൾക്കാരൊക്കെ അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ധാർമ്മികത എന്നൊന്നുണ്ട്, സത്യം എന്നൊന്നുണ്ട്. അവർ സത്യത്തിന് നേരെ മുഖം തിരിക്കുന്നില്ല, അവർ സത്യത്തെ നിഷേധിക്കുന്നില്ല, ധർമ്മത്തെ അവർ തള്ളി പറയുന്നില്ല. വൈയക്തികവും സാമൂഹികവുമായ ധർമ്മം മതത്തിനു മേലെയാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് അവരൊക്കെ.
ആ തിരിച്ചറിവാണ് ആരിഫ് ഹുസൈനെയും AP അഹമ്മദ് മാഷിനെയും ജബ്ബാർ മാഷിനെയും ജാമിദ ടീച്ചറിനെയും ഒക്കെ നയിക്കുന്നത്. ഈ ജാമിദ ടീച്ചറിന്റെ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ട്. എന്നാലും പ്രശാന്ത് പറഞ്ഞു, എനിക്ക് അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ട്. അല്ല, അത് എങ്കിലും എനിക്ക് അവരെ നേരിട്ട് പരിചയം, അവരെനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അവരത്ര ക്ലാരിറ്റി ഉള്ള ഒരു സ്ത്രീയല്ല. അവർ പല വിഷയങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒപ്പം ആദ്യം നിന്ന് അവർ വളരെ പെട്ടെന്ന് മുസ്ലിം പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് മറ്റേ സ്ത്രീയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അവരുടെ സ്വഭാവത്തിൽ ഒരു ഇരട്ടത്. അതിനുശേഷം ആ സ്ത്രീയെ ഞാൻ ടീച്ചർ എന്ന് പോലും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവർ ടീച്ചറല്ല കേട്ടോ, മതപ്രഭാഷകല്ല, സ്കൂളിലൊന്നും പഠിപ്പിച്ച ആളോ ഒന്നുമല്ല. അവർ മതം പഠിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് മാത്രമാണ്. ആ വിഷയത്തോടു കൂടി ഞാൻ ടീച്ചർ എന്ന് പോലും എനിക്ക് അവരെ വിളിക്കാൻ ഇഷ്ടമല്ല. അത് സത്യമാണ്. തീർച്ചയായിട്ടും അത് ഒരു പെട്ടെന്നൊരു, അതായത് പുതിയ അറിവാണ്. നിന്ന നിപ്പിൽ കടകം മറിഞ്ഞൊരു അവസ്ഥ ഉണ്ട്. ഞാൻ ഇത്തരം വിഷയങ്ങൾ സത്യത്തിൽ പൊതുസമൂഹത്തിൽ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ആരുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാനത് പൊതുസമൂഹത്തിൽ പറയാറില്ല. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോരുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റി നിൽക്കുന്ന ഒരാളല്ല എന്നാണ് എന്റെ അല്ല. നമുക്ക് ആരിഫ് ഹുസൈനെയും AP അഹമ്മദ് മാഷിനെയും ബാക്കിയൊക്കെ ഞാൻ സംബന്ധിച്ചു. ആരിഫ് ഹുസൈന്റെ കാര്യത്തിലാണെങ്കിലും ആരിഫ് ഹുസൈൻ ഒന്നും ഒരു കാലത്തും ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് മാഷ് ആണെങ്കിലും ഒരാള് മുസ്ലിം ആയതുകൊണ്ട് ആ ആളിന് ഹിന്ദു മതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ തീർച്ചയായും സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ AP അഹമ്മദ് മാഷിനെയൊക്കെ പോലെയുള്ള ആൾക്കാർ കമ്പ് ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളെ നന്നായിട്ട് അധ്യയനം ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും ഇപ്പം നമ്മൾ ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ചർച്ചയിലൊക്കെ വരുന്ന മറ്റേ മാഷുണ്ടല്ലോ, നമ്മളെ കോഴിക്കോട് സർവകലാശാലയിൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മാഷ് വളരെ സത്യസന്ധമായിട്ട് പല കാര്യങ്ങളെയും, നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ സുഹൃത്തൊക്കെ ആയിരുന്ന പിന്നെ MN കാരശ്ശേരി മാഷ് പലപ്പോഴും വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം രാഷ്ട്രീയമായി BJPയെയോ RSSനെയോ ഒക്കെ വിമർശിക്കുന്ന, RSS രാഷ്ട്രീയ പാർട്ടിയല്ല എങ്കിലും അദ്ദേഹം വിമർശിക്കാറുണ്ട്. അദ്ദേഹം വിമർശിക്കുന്നതിന് RSS ഒക്കെ വളരെ സഹിഷ്ണുതയോടെയാണ് കാണുന്നത്, വളരെ ആരോഗ്യപരമായിട്ടാണ് അതിനെ കാണുന്നത്. അവരൊരിക്കലും കാരശ്ശേരി മാഷിനോട് ഒരിക്കലും മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു മുസ്ലിമായി പോയതുകൊണ്ട് മറ്റൊന്നിനെയും വിമർശിക്കാൻ പാടില്ല, ഹിന്ദു ആയി പോയതുകൊണ്ട് മറ്റൊന്നിനെയും വിമർശിക്കാൻ പാടില്ല. അതൊക്കെ തെറ്റാണ്. ഒരിക്കലും അതൊന്നും ഒരു യുക്തിക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞതുപോലെ ഇവിടെ ആരിഫ് ഹുസൈന് തീർച്ചയായിട്ടും തെറ്റ് ചൂണ്ടിക്കാട്ടാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലുണ്ട്. അത് ആ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും മേലെയാണ്, എല്ലാ മതങ്ങൾക്കും മുകളിലാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ. അദ്ദേഹം പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ യുക്തിസഹമായിട്ട് അത് ചൂണ്ടിക്കാണിക്കൂ. പൊതുസമൂഹം, അറിവുള്ളവർ, വിദ്വാൻമാർ അത് അംഗീകരിക്കും. അദ്ദേഹത്തെ കായികമായി അപകടപ്പെടുത്താൻ നടക്കുന്ന നീക്കത്തിനെതിരെ കേരളത്തിലെ സമൂഹം തീർച്ചയായിട്ടും ജോസഫ് മാഷിന്റെ കാര്യത്തിൽ ജോസഫ് മാഷ് ഇവിടെ ഉണ്ടാകും. അതെ, ഇനിയൊരു ജോസഫ് മാഷ് ഇവിടെ കേരളത്തിൽ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്, അറിയാമല്ലോ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും. എത്ര പേരിപ്പോഴും തിഹാർ ജയിലിൽ ജാമ്യം പോലും കിട്ടാതെ കഴിയുന്നു എന്നുള്ളത് ഓർമ്മ വേണം ജമാഅത്ത് ഇസ്ലാമിക്കും മീഡിയ വണ്ണിനും. അതുമാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും ആരിഫ് ഹുസൈന് എല്ലാ പിന്തുണയും നമ്മളിവിടെ ഉറപ്പ് നൽകുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്. ഒരു കുഴപ്പവുമില്ല. സത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകൂ. അത് ഏത് മതത്തിനെതിരെയാണെങ്കിലും ശരി, യുക്തിഹീനമായ അനാചാരങ്ങൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്.